എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മിതവ്യയം ശീലമാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി ഏറെ കൂടി വരുന്ന സമയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പറ്റിയ ഒരു വിഷയം തന്നെയാണ് മിതവ്യയം എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, സ്വർണത്തിൻ്റെയും പെട്രോളിൻ്റെയും വില വർദ്ധിച്ചു വരികയാണ്. അതോടൊപ്പം ഗ്യാസിൻ്റെയും വില ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മൾ നിത്യമായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില വരെ നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങാത്തത്ര വർദ്ധിച്ചു വരികയാണ്. അതിനെല്ലാം കാരണം നമ്മുടെ മനുഷ്യന് വീണ്ടും വീണ്ടും പണത്തിൻ്റെ വീണ്ടും ആർത്തി തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ മിതവ്യയം എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഇനിയും നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ നമ്മൾ വരും തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി അത് മാറും. അത് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് സർക്കാർ നമ്മൾ എപ്പോഴും ഒക്ടോബർ 30 ലോക മിതവ്യയ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ആചരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് നമ്മൾ മിതമായി വ്യയം ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മിതവ്യയം നമ്മുടെ ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ള സന്ദേശം കൂടിയാണ് നമ്മൾ ആ ദിനത്തോട് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പല്ലു തേക്കുന്നത് പോലെ, കുളിക്കുന്നത് പോലെ, നല്ല വസ്ത്രം ധരിക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ മിതവ്യയം നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റുക. അങ്ങനെ ശീലമാക്കി മാറ്റുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യയും ഒരു വലിയ രാജ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ മിതവ്യയം ഒരു ശീലമാക്കി മാറ്റുകയാണെങ്കിൽ ആ പട്ടികയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയെ, നമ്മുടെ ഭാരതത്തെ നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മൾ ശീലമാക്കുകയാണെങ്കിൽ, നമ്മുടെ സമൂഹം ശീലമാക്കുകയാണെങ്കിൽ അതൊരു ആചാരമായി മാറും. അങ്ങനെ അതൊരു ആചാരമായി മാറുകയാണെങ്കിൽ വരും തലമുറയിലെ കുട്ടികൾ അത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ശീലമാക്കി മാറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് മിതവ്യയം എല്ലാവരും ശീലമാക്കാൻ തുടങ്ങും. ഇത് പറയാൻ വളരെയധികം എളുപ്പമാണ്, പക്ഷേങ്കിൽ അത് ചെയ്യാനാണ് വളരെയധികം ബുദ്ധിമുട്ട്. എല്ലാവർക്കും ഒരു ആഗ്രഹമായിരിക്കും മിതവ്യയം ശീലമാക്കണമെന്ന്. പക്ഷേങ്കിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരാകുന്നത് വരവിനേക്കാളും ചിലവ് വർദ്ധിക്കുമെന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകുന്നത് വിലക്കയറ്റം തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് മിതവ്യയം എന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. മിതവ്യയം എന്ന് പറഞ്ഞാൽ, വ്യയം എന്ന് പറഞ്ഞാൽ ചിലവ് എന്നതാണ്. മിതവ്യയം എന്ന് പറഞ്ഞാൽ മിതമായി ചിലവാക്കുക എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ മൂന്ന് തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്. ഒന്നാമത്തേത് സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ള ആൾക്കാർ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ. രണ്ടാമത്തേത് വരവിനേക്കാളിലും ചിലവ് വർദ്ധിക്കുന്ന സ്വഭാവമുള്ളവർ. മൂന്നാമത്തേത് പണമുണ്ടെങ്കിലും സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർ. അങ്ങനെ 3 സ്വഭാവം ഉള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ നമുക്ക് മിതവ്യയം ശീലമാക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ വലിയൊരു മാറ്റം തന്നെയായിരിക്കും ഉണ്ടാവുക. നമുക്കറിയാമല്ലോ, മിതവ്യയം നമ്മൾ എപ്പോഴാണ് ശീലമാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മിതവ്യയം ശീലമാക്കേണ്ടത് ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെയാണ്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ചുട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളത്. നമ്മൾ ചെറുപ്പത്തിൽ എന്താണോ പഠിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ വലുതാകുമ്പോഴും ചെയ്യുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ ആ ശീലം വളർത്തുകയാണെങ്കിൽ അത് വലുതാകുമ്പോഴും അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ജീവിത വിജയം കരസ്ഥമാക്കിയ എല്ലാവരും മിതവ്യയം ഒരു ശീലമാക്കി തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി, APJ അബ്ദുൽ കലാം, ജവഹർലാൽ നെഹ്റു എന്നിവരൊക്കെ ജീവിത വിജയം കരസ്ഥമാക്കിയത് മിതവ്യയം ശീലമാക്കിയിട്ട് തന്നെയാണ്. അവർ മിച്ചം വെക്കുക എന്നത് ഒരു ജീവിത വ്രതമായിട്ടാണ് അവർ കണ്ടത്. ആ മിച്ചം വെച്ച് കിട്ടുന്ന പണം കൊണ്ട് അവർ പുസ്തകം വായിച്ച് അവരുടെ അറിവ് വർദ്ധിക്കാനാണ് ശ്രമിക്കുക. മിതവ്യയം എന്ന് പറയുന്നതുകൊണ്ട് മിതമായി ചെലവാക്കുക എന്നുകൊണ്ട് മാത്രമല്ല, അതിനപ്പുറം നമുക്കറിയാം, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ വലിയ ബംഗ്ലാവും നിറയെ കാറുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതും വലിയൊരു തെറ്റ് തന്നെയാണ്. നമ്മൾ പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ വീടുകളെന്നൊക്കെ പറഞ്ഞാൽ മഴയിൽ നിന്നും വെയിലിൽ നിന്നുമൊക്കെ രക്ഷ നേടാനായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ആഡംബരത്തിനാണ് ഉപയോഗിക്കുന്നത്.
എല്ലാവരെയും കാണിക്കാൻ ഞാൻ വലിയ പണക്കാരനാണ്, ഞാൻ വലിയ കോടീശ്വരനാണ്, എനിക്ക് ഇത്ര വലിയ വീടുണ്ടെന്നൊക്കെ കാണിക്കാനാണ് ഇപ്പോൾ ആൾക്കാർ വീട് വെക്കുന്നത്. അതുപോലെ തന്നെയാണ് കാറിൻ്റെയും അവസ്ഥ. ഇപ്പോൾ എല്ലാ വീട്ടിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വാഹനം വീതം ഓരോ ആളിലും ഉണ്ടാകും. അങ്ങനെ ആഡംബരം കൂടി വരികയാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അത് വളരെയധികം മോശം തന്നെയാണ്. നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ചെയ്ത് കാണിക്കുന്നത് തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളെ കളിയാക്കും. പക്ഷേങ്കിൽ നമ്മളത് ചെയ്തു അവരെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരത് അനുകൂലിക്കുകയും അത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന നമ്മുടെ വലിയൊരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യ എന്ന രാജ്യത്തെ നമുക്ക് വരും തലമുറയിലെങ്കിലും ഉയർച്ചയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.